പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ വിശ്വസിച്ച് പോകും കേട്ടോ. അതായത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് ദൈവത്തിൽ തൊട്ട് കളിക്കണോ? അപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഒരു രാജേന്ദ്രൻ പിള്ള എങ്ങളുണ്ട്, ഞങ്ങൾ ഇവിടെ നാഗ്പൂരിലുണ്ടായിരുന്നു. അപ്പം അവിടെ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജ്യോത്സ്യം അറിയാം, അദ്ദേഹം പന്തളംകാരനാണ്. അപ്പൊ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ, അമ്മയ്ക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കര താല്പര്യമാണ്, നോക്കാൻ അറിയില്ല പക്ഷെ ഇത് കേൾക്കാൻ വലിയ താല്പര്യമാണ്. ദൂരദർശനിലുള്ള എംപ്ലോയിയെ കുറിച്ചാണോ പറയുന്നത്? അല്ലല്ല, ഇതേ പേരുകളുള്ള. അപ്പം ഇടയ്ക്ക് ഈ പിള്ളേങ്ങളെ വിളിക്കും. എന്നിട്ട് എൻ്റെ നാള് മകമാണ്, എന്താണ് കുംഭമാസത്തിലെ മകമാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പുള്ളിക്കറിയാം, പുള്ളി പറയും മക ആൾക്കാരുടെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2012, അപ്പോൾ 2011 ഇങ്ങനെ, അപ്പോൾ ഞാൻ സ്ട്രഗ്ലിംഗ് ആണ് കേട്ടോ. അപ്പോഴും അമ്മയോട് പുള്ളി പറഞ്ഞ് മകം നക്ഷത്രത്തിന് പ്രത്യേകിച്ച് സൈജുവിൻ്റെ ഒരു ഇത് വെച്ചിട്ട് സെപ്റ്റംബർ തുടക്കം തൊട്ട് നല്ല സമയം തുടങ്ങും. അപ്പം ഓരോ പ്രാവശ്യം ഇത് നമ്മൾ കേൾക്കുമ്പം പിന്നെ നമ്മളെ പ്രതീക്ഷ അതാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ 2012 സെപ്റ്റംബർ വരുമ്പോഴത്തേക്ക് അപ്പൊ നമ്മളങ്ങ് മൊത്തം വിശ്വസിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണല്ലോ. യു വോണ്ട് ബിലീവ് 2012 സെപ്റ്റംബറിലാണ് ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസാകുന്നത്. ഓ, അത് ശരി. അതെനിക്ക് ബ്രേക്കായി. സത്യം പറഞ്ഞാൽ ഇപ്പം 13 വർഷമായി. അങ്ങനെ ഒരു ഭയങ്കര ഗ്യാപ്പ് എനിക്ക് വന്നിട്ടില്ല. അത് ശരിയാ. എനിക്ക് അത് ബ്രേക്കായിട്ട് പിന്നെ എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ഓഡിയൻസ് എന്നെ കാണുമ്പോൾ ആ കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കുന്ന ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളും സൂപ്പർ ഹിറ്റ്സും ബ്ലോക്ക് ബസ്റ്റേഴ്സിലും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അതാണ് സത്യം. ഈ രാജേന്ദ്ര പിള്ള നമ്പർ ഒന്ന് തരാം.